100% ഒരേ ഒരു കുട്ടിയാണ് ഞങ്ങളുടെ ഈ സ്കൂളിൽ ഈ വർഷം പഠിച്ചത്. കൊറോണയുടെ കാലത്ത് എല്ലാവരും പൊഴിഞ്ഞു പോയപ്പോൾ കുട്ടി പഠിച്ച സ്കൂളിനെ മറന്ന് വേറൊരിടത്തും പോകുന്നില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഇവിടെ തന്നെ അവൾ പഠിക്കാൻ തീരുമാനിച്ചു. ശരിക്കും ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് പൂർത്തിയാക്കി ഞാൻ പോവുകയാണ് വേറെ സ്കൂളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചേഴ്സിനെ സ്നേഹവും വാത്സല്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് കിട്ടുമോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ട്. അനിയത്തി പ്രാവിന് പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ തെരുതര ചിരിയുടെ മുഴലികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഒരു സ്കൂൾ 10ാം ക്ലാസ്സിൽ ആകെയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർ തങ്ങളുടെ മറ്റു ക്ലാസ്സുകൾ പോലും മാറ്റിവെച്ച് ആ കുട്ടിയെ പഠിപ്പിക്കുക. അങ്ങനെയൊരു സംഭവമാണ് ഇത്തവണ പേരട്ട സെയിൻറ് ജോസഫ് സ്കൂളിൽ ഉണ്ടായത്. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ 10ാം ക്ലാസ്സിൽ ഒറ്റയ്ക്ക് പഠിച്ച ആ കൊച്ചുമിടുക്കിക്ക് മികച്ച വിജയം. 10ാം ക്ലാസ് ഹാജർ ബുക്കിലെ ഒരേയൊരു പേരുകാരിയായ അലന്റീന ജെയിംസ് ആണ് ആ കൊച്ചുമിടുക്കി. അൺഎയ്ഡഡ് സ്കൂളായിരുന്നിട്ടും ലാഭം പോലും നോക്കാതെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെക്സി മാത്യുവും മറ്റധ്യാപകരും അലന്റീനയ്ക്കായി ഒന്നിക്കുകയായിരുന്നു. ഞാൻ സിസ്റ്റർ ടെക്സി മാത്യു, ഇത് ഞങ്ങളുടെ കുട്ടിയാണ് അലന്റീന. ഈ വർഷം ഞങ്ങളുടെ സെയിൻറ് ജോസഫ് സ്കൂൾ പേരട്ടേന്ന് പരീക്ഷ എഴുതിയ ഞങ്ങളുടെ ഒരേ ഒരു കൊച്ച് 100% വിജയത്തിൻ്റെ ഉടമ. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. ആദ്യമത്തെ ഒരു മാസം എനിക്കൊരു വളരെ ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു. ഞാൻ 3 പ്രാവശ്യം കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോളെ നീ തന്നെ മാനേജ് ചെയ്യുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ സിസ്റ്റർ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പഠിച്ചോളാം. പിന്നെ ഞാൻ രണ്ടാമത് ചെന്ന് ചോദിച്ചു, കൂട്ടുകാരും ഇല്ലല്ലോ, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമോ? എനിക്ക് കുഴപ്പമില്ല സിസ്റ്റർ, ഞാൻ ഇവിടെ തന്നെ പഠിക്കുന്നുള്ളൂ. പിന്നെ മൂന്നാമത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചെന്ന് ചോദിച്ചപ്പോൾ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി കുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ആൻസർ, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല സിസ്റ്റർ, ആരൊക്കെ പോയാലും ശരി ഞാൻ ഇവിടെ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ കുട്ടിക്ക് 100% ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കുട്ടിക്ക് വേണ്ടി, ഈ കുട്ടിയുടെ കൂട്ടുകാരി ആകാനും നിങ്ങൾ മടിക്കരുത്. ആ കുട്ടിക്ക് ഒരു അമ്മയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മയോട് പറയുന്ന പോലെ പറയാൻ ടീച്ചേഴ്സിനെ സന്നദ്ധരാക്കുകയും ഒരു കൂട്ടുകാരിയോട് പറയുന്ന പോലെ പറയേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതേപോലെ പറയാൻ ടീച്ചേഴ്സിനോട് പറയുകയും അതേപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് രാത്രി എന്നില്ല പകലെന്നില്ല ആ കുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവളെക്കാട്ടിലും കൂടുതൽ ഇവർ എഫേർട്ട് എടുത്ത് ആ കുഞ്ഞിനെ ഈ ഒരു വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ എവിടെ പോയാലും എത്ര പിള്ളേരുണ്ട് സിസ്റ്റർ ഈ വർഷം 10ാം ക്ലാസ്സിലെ ബാച്ചിൽ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുട്ടിയോ ഉള്ളോ? ആ കുട്ടീനെ വെച്ച് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ സ്കൂൾ മുമ്പോട്ട് പോകും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈശോ ഒരു കുഞ്ഞാടിൻ്റെ പുറകെ പോയ ചരിത്രമല്ലേ ഉള്ളേ, ഞങ്ങളങ്ങനെ ആ ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ ഒരു കുഞ്ഞാടിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ അവരോട് സമാധാനം പറഞ്ഞപ്പോൾ അവരും കൂടെ എൻ്റെ ചിരിയിൽ പങ്കുകൊള്ളുകയാണ് ചെയ്തത്. ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുട്ടി ഉള്ള ക്ലാസ്സിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ അവൾക്ക് അവിടെ മാനസികാവസ്ഥ, കൂട്ടുകാരില്ലാതെ ഇരിക്കുന്ന ആ കൊച്ചിനെ കാണുമ്പോൾ നമുക്കും ഒരു വിഷമം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ മിതമായ ഫീസും കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഇൻറ്റീരിയൽ ഏരിയയാണ്, അതായത് അകത്തേക്കുള്ളൊരു സ്കൂളാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ദൈവം എല്ലാം, സർവശക്തനായ ദൈവം എല്ലാം നമുക്ക് നടത്തിത്തരും എന്നുള്ള ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എല്ലാം നടത്തി തന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴുള്ളത്. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടി.
എൻ്റെ സ്കൂളിൽ LKG മുതൽ 5ാം ക്ലാസ് വരെ നല്ല കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നതിന് ശേഷം ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ ഒരുപാട് പേര് പോയി. പിന്നെ 7-ആകെ 11 പേരും, 8 ആകെ 9 പേരും, പിന്നെ 9-എത്തിയപ്പോൾ 2 പേരായി. അങ്ങനെ ഓരോരുത്തർ പോകാൻ തുടങ്ങി. പിന്നെ 10-എത്തിയപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞെങ്കിലും LKG മുതൽ പഠിച്ചു എന്നതിലും പിന്നെ ടീച്ചേഴ്സിനൊക്കെ സ്നേഹം അതൊക്കെ കൊതിച്ചും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ നിന്നതിന് ശേഷം മനസ്സിലായത് ടീച്ചേഴ്സിൻ്റെ സ്നേഹവും വാത്സല്യമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഇവിടെ നിന്നതിന് ശേഷമാണ് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് എന്തൊക്കെ മനസ്സിലായത്. പിന്നെ ടീച്ചേഴ്സ് എല്ലാം നല്ല കൂട്ടായി, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും സ്വന്തം മോളെ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ നോക്കിയത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് അലൻറ്റീന ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് അടച്ചിടേണ്ട ഒരു പരിസ്ഥിതിയാണ്. അപ്പോൾ ഒരു കുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് അവൾ വന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇത്രയും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും അലൻറ്റീന വന്നില്ല. പക്ഷേ ഒരു സ്കൂളിൽ 50 പിള്ളേരുണ്ടെങ്കിൽ ഒരു 40 പിള്ളേർ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. അവൾ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു പാർട്ടായി തന്നെ മാറി എന്നുള്ളതുമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ബർത്ത്ഡേ വരും, അപ്പോൾ 40 പിള്ളേരുള്ളപ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പോയിന്റ് പോലും വന്നിട്ടില്ല. ഒരു ചോക്ലേറ്റ്, 2 ചോക്ലേറ്റ്, ഒരു ലഡു വന്നാൽ ആദ്യം ഓർക്കുന്ന അലൻറ്റീനയാണ്. അലൻറ്റീന ഉണ്ടല്ലോ അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും പോയി അലൻറ്റീനയ്ക്ക് അത് കൊടുക്കും. അലൻറ്റീനയുടെ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൻറ്റീന അധികം ആബ്സെൻ്റ് ഒന്നും ആയിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ടാണേലും കുട്ടി ഇവിടുന്ന് പോകുന്നില്ലായിരുന്നു. എക്സാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മോളെന്തിന് എന്താ എക്സാം കഴിഞ്ഞില്ലേ, വീട്ടിൽ പോകണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ 4 മണിയാകുമ്പോഴാണ് കൊച്ചി ഇവിടുന്ന് പോയത്. ഞാൻ ഇൻ്റർവെൽ ടൈമിലെ സമയത്തൊക്കെ ഞാൻ LKG-യിലൊക്കെ കയറി പോയിരുന്നു, LKG UKG-യിലൊക്കെ. അപ്പോൾ അവരുടെ പിള്ളേരുടെ ഒപ്പം കളിച്ച് അവരുടെ ഒച്ചപ്പാടിലൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ കൂടി നല്ല രസമായിരുന്നു. അപ്പോൾ അവർ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുകയും അവരുടെ ഒപ്പം ചെറുതായിട്ട് എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റായി നല്ല രസം നിന്നിട്ട് ദിവസങ്ങളുണ്ടായിരുന്നു. അലൻറ്റീനയ്ക്ക് അറിയാം, അലൻറ്റീന പഠിത്തത്തിൽ ഭയങ്കര ടോപ്പായ കുട്ടിയല്ല എന്നുള്ള കാര്യം അലൻറ്റീനയ്ക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ ചില സമയത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണേലും ചോദിക്കണമല്ലോ, ചോദിക്കാണ്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പം ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ നമുക്ക് നല്ല സങ്കടവും വരും, ദേഷ്യവും വരും. അപ്പോൾ വഴക്ക് പറയാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവളൊന്ന് സ്മൈൽ ചെയ്യും ഞങ്ങളെ നോക്കി. അപ്പോൾ വഴക്ക് പറയാൻ വേണ്ടി വന്നതും കൊണ്ട് ഞങ്ങൾ മറന്നു പോകും. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്. നമുക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട്, അതായത് വളരെ ക്ലോസ് ആയിട്ട് ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ അലൻറ്റീന. അപ്പോൾ 10ാം ക്ലാസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര സങ്കടമാണ്. എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. അപ്പോൾ അലൻറ്റീനയെ കാണുമ്പം എല്ലാം ഞങ്ങൾ പിന്നെ വീടും പിന്നെ കുടുംബക്കാരെല്ലാം വിട്ടിട്ട് നമ്മൾ സന്യാസി ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അലൻറ്റീനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് അലൻറ്റീനെ എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്തേലും എൻ്റെ കയ്യിലൊരു ചെറിയ മിഠായിയോ എന്തേലും വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ അലൻറ്റീനെ ഓർക്കും. അപ്പോൾ അലൻറ്റീനെ കൊണ്ട് കൊടുക്കും. അങ്ങനെ അലൻറ്റീനെ പോവാന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സങ്കടമാണ്. ശരിക്കും ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് പൂർത്തിയാക്കി ഞാൻ പോവുകയാണ് വേറെ സ്കൂളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചേഴ്സിനെ സ്നേഹവും വാത്സല്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് കിട്ടുമോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പോയി. ഇവരുടെ സ്നേഹവും വാത്സല്യമെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത്രയ്ക്കും വളരെയധികം സ്നേഹത്തോടെയാണ് ഇവരെന്നെ നോക്കിയത്. അപ്പം ഇവിടുന്ന് പോകുന്നതിന് ഒരുപാട് സങ്കടമുണ്ട്. അലൻറ്റീനയുടെ മാതാപിതാക്കളെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടിയോട് പറയാണ്, നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൻറ്റീന ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവുമല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. പക്ഷെ അലൻറ്റീന ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ പേരൻസ് ആണെങ്കിലും ഒരു കുട്ടിയല്ലേ ഉള്ളൂ, എങ്കിലും ഞങ്ങളിവിടെ തന്നെ നിർത്തുന്നു സിസ്റ്ററെ എന്ന് എന്നോട് പറഞ്ഞു. അതെനിക്കൊരു വളരെ സന്തോഷകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. അവർ പറഞ്ഞത് ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഒരു കൊച്ചാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് കെയർ എടുക്കും, ആ കൊച്ചിനെ ഞങ്ങൾ നോക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് എൻ്റെ കുട്ടീനെ നോക്കുമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല സിസ്റ്റർ, ഞങ്ങൾ ഇവിടുത്തെ ആരൊക്കെ പോയാലും ശരി ഞങ്ങൾ കൊണ്ടുപോകില്ല, ഞങ്ങളുടെ കുട്ടി ഇവിടെ തന്നെ പഠിക്കുകയുള്ളൂ. അപ്പം അവരുടെ ഞാൻ കൃതജ്ഞതയോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു.
എൻ്റെ പേര് ജെയിംസ്. ഞാൻ അലൻറ്റീനയുടെ ഫാദറാണ്. ഇതെൻ്റെ വൈഫ് ഷിൻസി. എനിക്കൊരു അലൻറ്റീനയുടെ മൂത്ത ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അവൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ആദ്യം ഇവർ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരെ പോയി കഴിഞ്ഞപ്പം ഇവരോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഒറ്റയ്ക്ക് പഠിക്കുന്നതിന്? ഒരു കുഴപ്പമില്ല. പിന്നെ ടീച്ചേഴ്സൊക്കെ സ്വന്തം മകളെപ്പോലെ ഇവിടെ കരുതുന്നു. കാരണം ഒരു 10ാം ക്ലാസ്സിലെ ഫോട്ടോ ഇവർ ക്ലാസ് റൂമിനനുസരിച്ച് ഫോട്ടോ എടുക്കുമല്ലോ, അത് വീട്ടിൽ കാണിച്ചപ്പോൾ അവർ വന്ന് കണ്ട പലരും ചോദിച്ചു, തന്നെ മറ്റേ ഫാമിലി ഫോട്ടോ പോലെയാണ്, അത്രയ്ക്കും കരുതലോടെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് നോക്കുന്നത്. പിന്നെ ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞു, പരീക്ഷ സമയത്ത് പിന്നെ പരീക്ഷ എഴുതുമ്പം പിന്നെ ടീച്ചേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ഇത് വേറെ ഒരു സ്കൂളിൽ പോയാലും നമുക്ക് കിട്ടത്തില്ല. അത്രയ്ക്കും സ്വന്തം മകളെപ്പോലെ കരുതി എല്ലാം നല്ല ക്ലിയറായിട്ട് അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് സാധാരണ പരീക്ഷ കഴിഞ്ഞ് പിള്ളേരെല്ലാം വീട്ടിലേക്ക് പോവുകയാണ്. ഇത് അതുപോലും ചെയ്യാതെ പരീക്ഷ കഴിഞ്ഞ് അവളെ ഇവിടെ ഈ സ്കൂളിൽ കൊണ്ടുവരികയും പിറ്റേ ദിവസമായി വേണ്ട ക്ലാസ് ഇവർക്ക് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അത്രയും നല്ല ഒരു ഇതായിരുന്നു അവർക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് ഈ കോമ്പൗണ്ടിൽ അവർ കൊടുത്തിരുന്നു. എന്തൊരാവശ്യത്തിനും അവളെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു ഓരോ കാര്യത്തിനും മുമ്പോട്ട് കൊണ്ടുവരുമായിരുന്നു. ഈ ഒരു വർഷം എന്ന് വെച്ചാൽ ആദ്യം മുതലേ രാവിലെ ഇറങ്ങിയാൽ തന്നെ വൈകുന്നേരം 5:30 കൂടിയേ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ പോലും ടീച്ചേഴ്സ് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും അതുപോലെ വൈകുന്നേരം വരെ ഇവിടെ ഇരുത്തുകയും ചെയ്യുമായിരുന്നു. സ്വഭാവം മാത്രമല്ല, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയും അവരൊത്തിരി അവളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടും അധ്യാപകരും പ്രിൻസിപ്പാളും എല്ലാം നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. വീട് വിട്ടാൽ മറ്റൊരു വീടായിരുന്നു സ്കൂള്. അലൻറ്റീനയുടെ എക്സാം തുടങ്ങുന്ന ആ സമയം തൊട്ട് അലൻറ്റീനയുടെ എക്സാം കഴിയുന്നിടം വരെ ഒരു ടീച്ചറിനെ ഞാൻ സ്പെഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർ. അപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ആ പരീക്ഷ കഴിയുന്നിടം വരെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ദിവസവും. അതായത് അപ്പോൾ ആ ടീച്ചർ, ആ സബ്ജക്റ്റിൻ്റെ ടീച്ചർ, അപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ആദ്യമേ ചോദിക്കും, സിസ്റ്ററെ അലൻറ്റീനയുടെ പരീക്ഷ എങ്ങനെയുണ്ട്? അവർ എന്നോടൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഒരു സിസ്റ്ററിനാണ് കൊടുത്തത് അന്ന്. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ എക്സാമിന് പോലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല, അലൻറ്റീന എങ്ങനെ എഴുതി ആ ദിവസത്തെ എക്സാം എന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫീലിംഗ് ആയിരുന്നു. അലൻറ്റീനയുടെ എക്സാം അലൻറ്റീന മാത്രമല്ല എഴുതി തീർത്തത്, അലൻറ്റീനയോട് കൂടി എല്ലാ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഇവിടെ അതിൻ്റെ ഭാഗവാക്കുകളായി എന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ പേര് സിസ്റ്റർ ഡേർലി ജോസഫാണ്. എനിക്ക് അലൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ചാൻസ് കിട്ടി. ഞാൻ പല സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, പുറത്ത് ഫാദേഴ്സ് സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ചാർജ് സിസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സിസ്റ്റർ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവൾ ജയിച്ചതിലും. ഇനി ഫ്യൂച്ചറിലും ആ കുട്ടി നല്ലൊരു വിജയം കൈവരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിസി ജോർജ്. ഞാൻ അലൻറ്റീനയെ 9ലും 10ലും സോഷ്യൽ സയൻസ് പഠിപ്പിച്ചു. അലൻറ്റീന 9ാം ക്ലാസ്സിൽ നിന്ന് ഇവരുടെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ടായിരുന്നു, 2 പെൺകുട്ടികളായിരുന്നു. അപ്പം 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ അലൻറ്റീന മാത്രമായിട്ടൊരു ബാച്ച് ഇനി നിലനിൽക്കുമോ, അലൻറ്റീന തന്നെ ഇങ്ങനെ സർവൈവ് ചെയ്യുമോ, അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അലൻറ്റീനയോട് ചോദിച്ചു, മോളെ എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് യുവർ ഡിസിഷൻ? അപ്പോൾ അലൻറ്റീന പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ടീച്ചറെ, എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്ത് പറഞ്ഞാൽ അലൻറ്റീന പറയുന്നൊരു വേർഡാണ്, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ശരിക്കും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ ഹെഡ് മിസ്ട്രസ് ഞങ്ങൾക്ക് ധൈര്യം തന്നു. ഞങ്ങൾക്കൊരു ക്ലാസ്സിൽ ചെല്ലുന്ന ഒരു ഫീലിംഗ് അല്ലായിരുന്നു ശരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൊച്ചിനോട് കളിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അലൻറ്റീനയുമായിട്ട് പങ്കുവെക്കും. ശരിക്കും അലൻറ്റീന ഞങ്ങൾക്ക് ഇങ്ങോട്ട് ധൈര്യം പകർന്നു തരികയായിരുന്നു. ടീച്ചറെ
എപ്പോഴും കൂടെ ആളുണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുമല്ലോ. അപ്പം അതിനുള്ള ഒരു മുന്നൊരുക്കം, അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പായിട്ട് അലന്റീന അതിനെ കാണുകയും ആ ഒരു രീതിയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി ആത്മവിശ്വാസം പകർന്നു തന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ 10ാം ക്ലാസ്സിൽ അലന്റീനയുടെ ക്ലാസ് ടീച്ചറായിരുന്നു. മലയാളമാണ് വിഷയം. അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞ് വന്ന് സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഒരു കുട്ടി മാത്രമാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ കൗമാരകാലം എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ കളിയും ചിരിയും ഒക്കെ ആയി പോകേണ്ട ഒരു പ്രായമാണ്. പക്ഷേ കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിൽ അവർക്കതൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ അധ്യാപകരായ ഞങ്ങൾക്കായിരുന്നു കൂടുതൽ വിഷമം. ഇപ്പോൾ അവൾ ഞങ്ങളെ വിട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ 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 സങ്കടമുണ്ട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമല ചിരി തൂകുമോർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞെല്ലാവർക്കും ഉല്ലാസം നൽകിയിടും ഞാൻ. അനിയത്തി പ്രാവിന് പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. അതിൽ തെരുതെര ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. എൻ്റെ പേര് ലില്ലി. ഞാൻ അലന്റീനയ്ക്ക് ബയോളജിയാണ് എടുക്കുന്നത്. അലന്റീന ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിലെങ്കിലും ഞങ്ങൾക്ക് കുറേ കുട്ടികളുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് എൻ്റെ ഒരു മകളെ പോലെയാണ് ഞാൻ അലന്റീനയെ കരുതിയിരുന്നത്. കൂടുതൽ സപ്പോർട്ട് അലന്റീന ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സെൻറ്റ് ജോസഫിൽ അവളുടെ പേര് അലന്റീന ജെയിംസ് എന്ന പേര് എന്നും തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കും. എത്ര കുട്ടികൾ എത്ര ബാച്ച് വന്നു പോയാലും മുന്നോട്ടും അവളുടെ ജീവിതം ഇതുപോലെ തന്നെ ഏറ്റവും നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഷ്മീന പോൾ എന്നാണ്. ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് മറ്റു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഞാൻ 10th ക്ലാസ്സിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമിലേക്ക് നോക്കുമ്പോൾ അവളുടെ ആ പുഞ്ചിരിച്ച മുഖം, പോസിറ്റീവ് വൈബ് കാണാനായിട്ട് സാധിക്കും. വളരെ സൗമ്യതയായിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി നേച്ചറാണ്. എൻ്റെ പേര് ലൈസ. ഞാൻ അലന്റീനയുടെ ഹിന്ദി ടീച്ചറാണ്. ഹിന്ദി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അലന്റീനയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അലന്റീന ഒരു ടീച്ചറായിട്ടല്ല, ഒരു അമ്മയായിട്ട് തന്നെയാണ് എന്നെ കണക്കാക്കിയിരുന്നത്. ഞാൻ അലന്റീനയെ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കണക്കാക്കിയത്. ഒരു മകള് വീട്ടിൽ നിന്ന് പോകുമ്പം പറഞ്ഞു വിടുമ്പോൾ ഒരമ്മയ്ക്കുണ്ടായ അതേ ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. എൻ്റെ പേര് ലിറ്റി ഫ്രാൻസിസ്. ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു അലന്റീനയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അലന്റീന എപ്പോഴും നല്ല കോൺഫിഡൻസ് ഉള്ളൊരു കുട്ടിയായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളെല്ലാവരും. എൻ്റെ പേര് കരിഷ്മ പ്രകാശ്. ഞാൻ അലന്റീനക്ക് ഫിസിക്സും കെമിസ്ട്രിയുമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അലന്റീന ആസ് എ സ്റ്റുഡൻ്റ് അല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇമോഷണലി ഷെയറിങ് ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ഷെയറിങ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ അലന്റീനക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തൊരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സിജി ജസ്റ്റിൻ. ഞാനിവളുടെ ഫിസിക്കൽ ട്രെയിനറായിരുന്നു. അതുപോലെ തന്നെ ഗൈഡ് ക്യാപ്റ്റനും കൂടിയായിരുന്നു. ഇവളുടെ പഠനം പോലെ തന്നെ ഇവക്ക് കായിക രംഗത്തും നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു കുട്ടിയാണ്. ഇവിടെ സ്പോർട്സിന് ഇവളെ ഒറ്റപ്പെട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു, നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങ് പോരെ. എൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ പോലെയായിരുന്നു ഞാൻ ഇവളെ കൊണ്ട് നടന്നിരുന്നത്. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് ഒരു കുട്ടിക്ക് ഒരു അമ്മയുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഭാഗ്യമായി. കാരണം ഈ ഇരിക്കുന്നവരെല്ലാം എൻ്റെ സ്വന്തം അമ്മമാരാണ്. എന്തു പറഞ്ഞാലും നീ എൻ്റെ കല്ലേവാവേ, നിന്ന് പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു.